വൈറ്റില മൊബിലിറ്റി ഹബിൽ സ്വകാര്യ ബസ്സുകളും പ്രവേശിക്കുന്നു. ഈ മാസം 20 മുതൽ കോട്ടയം ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ മുഴുവൻ ഹബ്ബ് വഴി കടത്തിവിടാനാണ് അധികൃതരുടെ തീരുമാനം. തീരുമാനം നടപ്പായാൽ പേട്ട തൃപ്പൂണിത്തുറ റോഡിന് സമീപമുള്ള ബസ് സ്റ്റോപ്പ് പൂർണ്ണമായും ഇല്ലാതാകും. ഉദ്ഘാടനം നടന്ന നാളുകളേറെ കഴിഞ്ഞെങ്കിലും ഏതാനും ചില KSRTC ബസ്സുകൾ മാത്രമാണ് വൈറ്റില ഹബ്ബിൽ ഇപ്പോൾ പ്രവേശിക്കുന്നത്. ഇതേ തുടർന്ന് പ്രൈവറ്റ് ബസ്സുകൾ ഉൾപ്പെടെ മുഴുവൻ ബസ്സുകളും ഘട്ടം ഘട്ടമായി ടെർമിനലിലേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യഘട്ടം എന്ന നിലയിലാണ് ഈ മാസം 20 മുതൽ കോട്ടയം ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ ഹബ്ബ് വഴി കടത്തിവിടാനുള്ള തീരുമാനം. കണിയാമ്പുഴ റോഡിൽ നിന്നും പ്രവേശിച്ച് തൃപ്പൂണിത്തുറ റോഡിലൂടെ പുറത്തു കടക്കുന്ന രീതിയിലാണ് ഹബ്ബിലെ ക്രമീകരണങ്ങൾ. ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ പ്രദേശത്തെ ഒരു ബസ് സ്റ്റോപ്പ് പൂർണ്ണമായി ഇല്ലാതാകുമെന്നും അധികൃതർ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ഫേസ് ആയിട്ട് ഈ കോട്ടയം സൈഡിലേക്ക് തൃപ്പൂണിത്തുറ സൈഡിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഹബ്ബിൽ കൂടെ കയറി ഇവിടുന്ന് ഫ്രീ ലെഫ്റ്റ് കയറി പോവാം. ഇത് ആദ്യത്തെ ഒരു സംരംഭം. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരു ബസ് സ്റ്റോപ്പ് അങ്ങ് ഒഴിവാക്കും. അപ്പോൾ ആൾക്കാർക്ക് ഇവിടെ വന്നതിന് ശേഷം അടുത്ത ഫേസാണ് നമ്മൾ ട്രിവാൻഡ്രവും ചേർത്തലയും ഉള്ള വണ്ടികൾ ഹബ്ബിൽ കൂടെ കയറ്റുന്നത്. പുറത്തേക്കുള്ള വഴിക്ക് ആവശ്യത്തിന് വീതിയില്ലാത്തതാണ് ഹബ്ബ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിനായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യവും പരിഗണനയിലാണ്. ഹബ്ബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ MD ഡോക്ടർ M. ബീന വിലയിരുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെന്നും മിനുക്കുപണികൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നും അവർ മനോരമ ന്യൂസിനോട് പറഞ്ഞു.